മലപ്പുറം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ ഭരണത്തിൻ്റെ മുഴുവൻ ഗുണങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഇച്ഛാശക്തിയോടെയുള്ള ഭരണം നടപ്പാക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള കൗൺസിലും ഒക്കെ ഉൾക്കൊള്ളുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ മുനിസിപ്പാലിറ്റി ജനാധിപത്യ കേരളത്തിൻ്റെ തന്നെ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. പ്രത്യേകം നമുക്കറിയാം അതിൻ്റെ പ്രത്യേകമായുള്ള സാഹചര്യം. ജനാധിപത്യ കേരളത്തിൻ്റെ ബഹുമുഖ പ്രസിദ്ധരായിട്ടുള്ള നേതാക്കന്മാർ ഉള്ള ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ള നിലക്കാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. അപ്പോൾ ആ ഒരു ഗൗരവത്തോടെ തന്നെ ഇവിടുത്തെ ഭരണനിർവഹണത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ പഞ്ചായത്തുകൾ, ത്രിതല പഞ്ചായത്തുകൾ ഇവയൊക്കെ സംബന്ധിച്ചിടത്തോളം ജനകീയ മുഖം കൈവരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെയൊക്കെ വലിയ നേട്ടം എന്നുള്ളത്. ജനങ്ങളുമായി ഏറ്റവുമേറെ ബന്ധപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു മേഖലയാണ് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജനകീയമായിട്ടുള്ള പദ്ധതികൾ നടപ്പിൽ വരുന്നതിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി എന്നും മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്ന ആൾക്കും ഈ മുനിസിപ്പാലിറ്റി നേടിയിട്ടുള്ള വികസനങ്ങൾ അനുഭവവേദ്യമായി അവർക്ക് കാണാൻ കഴിയും. നന്മയുള്ള മലപ്പുറം, മേന്മയുള്ള വികസനം.